ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് കുട്ടികളുടെയും വലിയവരുടെയും ഫേവറേറ്റ് സ്വീറ്റ് കടലമിഠായി. അതിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിലെങ്ങനെ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചറിലും ടേസ്റ്റിലും നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. കുറച്ച് സമയം മതി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് സെറ്റ് ചെയ്യാനുള്ള ബൗളോ അല്ലെങ്കിൽ ടിന്നോ എന്ത് സാധനമാണെങ്കിലും അതിൽ ഓയിൽ പുരട്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് അതാണ്. പിന്നെ ഞാൻ 500 ഗ്രാം നിലക്കടല എടുത്തിട്ടുണ്ട്. അത് വറുത്ത് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളിൽ വറുക്കാത്തതാണെങ്കിൽ വറുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതുപോലെ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് അരിച്ചിട്ട് വേറൊരു പാനിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. കാര്യം ശർക്കരയിൽ നന്നായിട്ട് തന്നെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ പരന്ന ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഇതുപോലെ വറ്റി വരണം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് എങ്ങനെയാണെന്ന് നോക്കുന്നതെന്ന് കാണിക്കുക. ഇതുപോലെ ഒരു ബൗളിലേക്ക് വെള്ളം മാറ്റി കൊടുക്കുക. വെള്ളം വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ കൈ വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ അത് ക്രിസ്റ്റൽ രൂപത്തിലുണ്ടാവും. ഇതുപോലെ അതല്ല ക്രിസ്റ്റൽ ആയിട്ടില്ല, ഒരു സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആയിട്ടില്ല. ഇതുപോലെ ക്രിസ്റ്റൽ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കളറ് ചേഞ്ച് ആയിട്ട് വരും. അത് കുഴപ്പമില്ല. പിന്നെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ. പിന്നെ ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ കടല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തൊന്നും ഫ്ലെയിം കൂട്ടി കൊടുക്കുകയോ ഓഫാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ സെറ്റായി പോവും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ടിന്നില്ലേ അതിലേക്ക് പെട്ടെന്ന് തന്നെ തട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അത് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം. അതല്ല ഇത് ആറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി പോവും. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. പിന്നെ ഏത് രൂപത്തിലാണോ അതുള്ളത് അതുപോലെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുപോലെ പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. അത് ആറിപ്പോവരുത്. പിന്നെ അതിൻ്റെ ചൂട് തണിയുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് ആറാൻ നിൽക്കരുത്. പെട്ടെന്ന് ആ ചൂടിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് എല്ലാ ഷേപ്പിലാണോ വേണ്ടത്, ഡയമണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ, സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ, ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തണിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നന്നായി ഉറച്ചു പോവും. അപ്പോൾ ഒന്നിനും പറ്റില്ല, ഷേപ്പായി കിട്ടില്ല. ഷേപ്പാക്കുമ്പോൾ പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ അതോ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ കടലമിഠായി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് അനദർ വീഡിയോ ഇൻഷാ അല്ലാഹ്.